പക്ഷേ സുന്നികളുടെ പള്ളിയുടെ മുമ്പിൽ യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ സൗകര്യം എന്ന് പ്രത്യേകമായി ഒരു ബോർഡ് വെച്ച് അവിടെ സ്ത്രീകൾക്ക് പ്രത്യേക ഒരു സൗകര്യം, ഇങ്ങനെ മുജാഹിദുകൾ തുടങ്ങിയ പുരോഗമനപരമായ ആശയങ്ങൾ പലതും ഇപ്പോൾ സുന്നികൾ സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോൾ യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കാം എന്ന് സുന്നി പള്ളികളിൽ ബോർഡ് വരുന്നു. പള്ളികൾ ഉൾപ്പെടെയുള്ള പൈതൃക സ്ഥാപനങ്ങളിൽ ജാതി മത ലിംഗഭേദമന്യേ എല്ലാവർക്കും പ്രവേശനം നൽകണമെന്ന് ചരിത്രാധ്യാപകൻ ഡോക്ടർ അജ്മൽ മൊയ്ൻ. വിശ്വാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ അതിന് വേണ്ട സൗകര്യം ഒരുക്കണമെന്നും അദ്ദേഹം മീഡിയ വണ്ണോട് പറഞ്ഞു. കോഴിക്കോട്ടെത്തിയ സുനിത വില്യംസിന് പൈതൃക പദ്ധതികളെ പരിചയപ്പെടുത്തിയത് അജ്മൽ മൊയ്നായിരുന്നു. മുക്കം MAMO കോളേജിലെ ചരിത്ര വിഭാഗം മേധാവിയാണ് അജ്മൽ മൊയ്ൻ. സന്ദർശിച്ചതിന് ശേഷം വലിയ രീതിയിൽ ചർച്ച വരുന്നുണ്ട്. അങ്ങനെ സ്ത്രീകൾക്ക് കയറാൻ പറ്റുന്നില്ല, നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് കയറാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് കയറാൻ പറ്റാത്തൊരു സ്ഥലമാണോ? അത് ശരിക്ക് ഈ പള്ളി പ്രവേശമായിട്ട് ബന്ധപ്പെട്ട് കർമ്മശാസ്ത്രപരമായ ഒരു ഡിബേറ്റ് ഉണ്ട്. ഞാൻ അതിലേക്ക് അഭിപ്രായം പറയുന്നില്ല, പണ്ഡിതന്മാർ പറയേണ്ടതാണ്. പക്ഷേ പൊതുവേ ഞാൻ മനസ്സിലാക്കിയത് ഡിബേറ്റ് ഇല്ലാത്തൊരു വിഷയമാണ് സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശിക്കുക കാണുക എന്നുള്ളത്. പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കാമോ ആരാധന നടത്താമോ എന്ന വിഷയത്തിലാണ് ഡിബേറ്റ് ഉള്ളത്. പക്ഷേ പരമ്പരാഗതമായിട്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും അങ്ങനെ തോന്നുന്നത്. പക്ഷേ പുതിയതായിട്ട് വന്നപ്പോൾ മർക്കസ് നോളജ് സിറ്റിയിൽ പോലും സ്ത്രീകൾ രാവിലെ പള്ളി കാണുന്നുണ്ട്. അപ്പോൾ വലിയൊരു ഡിബേറ്റ് ആക്കേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ കമ്മിറ്റി അവർ വളരെ പ്രോഗ്രസീവാണ്. അവർ ഇങ്ങനത്തെ ഒരാൾ വന്നപ്പോൾ ഞാൻ അവരോട് വിളിച്ചു പറഞ്ഞു, സുനിത വില്യംസ് വരുന്നുണ്ട്, കാണാൻ പറ്റും വെച്ചപ്പോൾ അവരെല്ലാം നമ്മുടെ നാട്ടിലുള്ളവർക്കും ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കൊക്കെ അത് കാണുക, പഠിക്കുക എന്നുള്ളത്. കാരണം പിന്നെ മുച്ചുന്തിപ്പള്ളി, മിഷ്കാൽ പള്ളി പോലുള്ളത് കേവലം ഒരു നമസ്കാര പള്ളി എന്നതിനപ്പുറത്തേക്ക് അത് നമ്മുടെ പൈതൃകത്തിൻ്റെ ഒരു വലിയ ഒരു സംരക്ഷണ കേന്ദ്രമാണ്. കോഴിക്കോട് കുറ്റിച്ചിറ മിഷ്കാൽ പള്ളിയിൽ സുനിത വില്യംസ് കയറിയതിനെ ചൊല്ലി ചില വിവാദങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. മുസ്ലിം സ്ത്രീകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില ഫെമിനിസ്റ്റുകളാണ് ഈ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് കുടപിടിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം സ്ത്രീകളെ പള്ളിയിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന മുജാഹിദ് ജമാഅത്ത് തുടങ്ങിയ വഹാബികളും ആ ഫെമിനിസ്റ്റുകളെ കൂടെ കൂട്ടി മുസ്ലിം സ്ത്രീകളെ പള്ളിയെ തൊട്ട് തടയുന്നു, മുസ്ലിം സ്ത്രീകളെ പള്ളിയിലേക്ക് കയറാൻ അനുവദിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഒച്ചപ്പാടുകളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാം വിരോധികളുടെ എപ്പോഴത്തെയും ഒരു തന്ത്രമാണല്ലോ മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ട പരിഗണന കൊടുക്കുന്നില്ല, അതുപോലെ തന്നെ അവരെ തരം താഴ്ത്തുന്നു, അവരെ അടിച്ചമർത്തുന്നു, പുരുഷ മേധാവിത്വത്തിൻ്റെ മതമാണ് ഇസ്ലാം എന്നൊക്കെ പറഞ്ഞാണ് ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി ഇസ്ലാമിൻ്റെ വിരോധികൾ കൂടുതലും രംഗപ്രവേശനം ചെയ്യുന്നത്. സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യമാകുമ്പോൾ അത് ജനങ്ങൾ ഏറ്റെടുക്കും. അപ്പോൾ അതിന് കൂടുതൽ പബ്ലിസിറ്റി കിട്ടുമെന്ന നിലക്കാണ് സ്ത്രീകൾക്ക് ഇസ്ലാം 2ാം സ്ഥാനമേ കൊടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പല രീതിയിലുള്ള വിഷയങ്ങളും ഇസ്ലാമിൻ്റെ വിരോധികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സുനിത വില്യംസ് കേരളത്തിൽ വന്നപ്പോൾ ചരിത്രപരമായിട്ടുള്ള ഒരു പള്ളി എന്നുള്ള നിലക്ക് മിഷ്കാൽ പള്ളി സന്ദർശിക്കുകയും അവിടെ കയറി എല്ലാം കാണുകയും ചെയ്തു. അപ്പോൾ അതിനെ ചൊല്ലി സുനിത വില്യംസിന് കയറാമെങ്കിൽ എന്തുകൊണ്ട് മുസ്ലിം സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ പോയിക്കൂടാ എന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിവാദങ്ങൾ ഇങ്ങനെ കൊഴുപ്പിക്കാൻ വേണ്ടിയിട്ട് മുജാഹിദ് ജമാഅത്ത് തുടങ്ങിയ നവീനവാദികളും ശക്തമായ രംഗത്തുണ്ട്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ ഒരു വിവാദം ഇങ്ങനെ കത്തി നിൽക്കുന്നത്. അപ്പോൾ ഇവരെല്ലാം പറയുന്നത് എന്താണ്? മുസ്ലിം സ്ത്രീകളെ സുന്നികൾ പള്ളിയിൽ കയറ്റാൻ അനുവദിക്കുന്നില്ല, പള്ളിയെ തൊട്ട് മുസ്ലിം സ്ത്രീകളെ സുന്നികൾ തടയുകയാണ് എന്നാണ് കുറേ കാലങ്ങളായിട്ട് മുജാഹിദ് ജമാഅത്ത് അതുപോലെ തന്നെ ഈ ഫെമിനിസ്റ്റുകൾ ഇസ്ലാം വിരോധികളൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്ത്രീപക്ഷമെന്ന വ്യാജേന അവർ ഇസ്ലാമിനെ കടന്നാക്രമിക്കാനാണ് ഈ ഒരു വിഷയം കാര്യമായിട്ട് അവർ ചർച്ച ചെയ്യുന്നത്. സത്യത്തിൽ സ്ത്രീകൾക്ക് പള്ളിയിൽ പോവേണ്ട കാര്യമില്ല എന്നാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ സ്ത്രീകളെ പള്ളിയിൽ കയറ്റാൻ പാടില്ല എന്നൊന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അതുമാത്രമല്ല സ്ത്രീകളെ പള്ളിയെ തൊട്ട് തടയരുത് എന്ന് വരെ ഇസ്ലാം നിഷ്കർഷിച്ചിട്ടുണ്ട്. ഇവിടെ ഇസ്ലാമിനെ ആക്ഷേപിക്കുന്ന പലരും പറയുന്നൊരു കാര്യമുണ്ട്. ഇസ്ലാം ഒരു കാര്യം ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അത് ചെയ്യരുത് എന്നാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് എന്നാണ് അവർ പ്രചരിപ്പിക്കുക. ചെയ്യേണ്ടതില്ല എന്ന് പറയുമ്പോൾ ചെയ്യാൻ പാടില്ല എന്നല്ലല്ലോ അതിനർത്ഥം. ചെയ്യേണ്ട കാര്യമില്ല, ചെയ്യേണ്ട ആവശ്യമില്ല, അത്രയേ ഉള്ളൂ അതിനർത്ഥം. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കുടുംബം പോറ്റാൻ വേണ്ടി ഗൾഫിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന നമ്മുടെ ഒരു സുഹൃത്ത്, അവനോട് നമ്മൾ പറയാണ്, നീ ഗൾഫിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല, നിനക്ക് കുടുംബം പോറ്റാനും സുഖമായിട്ട് ജീവിക്കാനുള്ള വക ഞാൻ ഇവിടെ നിന്നുണ്ടാക്കി തരാം, അതിന് പറ്റുന്ന ഒരു ജോലിയിലേക്ക് നിന്നെ ഞാൻ എത്തിച്ചു തരാം എന്നൊരു സുഹൃത്തിനോട് പറയാണ്. അതിനർത്ഥം എന്താണ്? ഗൾഫിലേക്ക് പോകരുത് എന്നാണോ? ഗൾഫിലേക്ക് പോകരുത്, പോകാൻ പാടില്ല എന്നല്ല അതിനർത്ഥം. അപ്പോൾ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഗൾഫിൽ പോകേണ്ട കാര്യമില്ല. അയാൾ ലക്ഷ്യം വെക്കുന്നത് കുടുംബം പോറ്റാനാണ്, സുഖമായി ജീവിക്കാനാണ്. അതിനുള്ള വകുപ്പ് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഇവിടെ നിന്നുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ പിന്നെ അയാൾ ഗൾഫിൽ പോകേണ്ട കാര്യമില്ലല്ലോ. ഇനി അയാൾക്ക് പോകാൻ നിർബന്ധമുണ്ടെങ്കിൽ ഇയാൾ തടയോ? ഇല്ല. അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ പള്ളിയിൽ പോകേണ്ട കാര്യമില്ല. ഇനി ഏതെങ്കിലും സ്ത്രീ പള്ളിയിലേക്ക് പോവുകയാണെങ്കിൽ
തടയാനും പാടില്ല. അതാണ് പരിശുദ്ധ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ, സ്ത്രീകൾക്ക് പള്ളിയിൽ പോവണം അല്ലെങ്കിൽ പോവൽ നിർബന്ധമാണെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ അവർക്ക് എത്ര പ്രയാസകരമായിരിക്കും അത് പുരുഷന്മാരെ അപേക്ഷിച്ച്. 5 വക്തിലും ഇങ്ങനെ ബാങ്ക് കേൾക്കുമ്പോൾ പള്ളിയിൽ പോയി നിസ്കരിക്കുക എന്ന് പറയുമ്പോൾ പുരുഷന്മാർ പോലെ സ്ത്രീകൾക്ക് അത്ര പെട്ടെന്ന് സാധിക്കുമോ? ഒരിക്കലും കഴിയില്ല. വളരെ അപൂർവം ചില സ്ത്രീകൾക്ക് ചിലപ്പോൾ സാധിച്ചെന്ന് വരാം. എന്നാൽ ഭൂരിഭാഗം സ്ത്രീകൾക്കും അത് വലിയ പ്രയാസകരമായിരിക്കും. എന്നാൽ അവർക്ക് അതിനുള്ള എന്തെങ്കിലും കുറവ് വരുന്നുണ്ടോ? അതുമില്ല. പുരുഷന്മാർ പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന അതേ പ്രതിഫലം അല്ലെങ്കിൽ അതിനേക്കാളും പ്രതിഫലം സ്ത്രീകൾക്ക് വീട്ടിൽ നിന്ന് നിസ്കരിച്ചാൽ കൊടുക്കുമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ, പ്രവാചകൻ നമ്മോട് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാണ് നമ്മൾ പേടിക്കേണ്ട കാര്യം? പുരുഷന്മാരൊക്കെ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നത് എന്തിനാണ്? കൂടുതൽ പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പുരുഷന്മാർക്ക് പള്ളിയിലും വീട്ടിലും ഒരേ പ്രതിഫലം കിട്ടുകയാണെങ്കിൽ പുരുഷന്മാരാരും പള്ളിയിൽ പോകില്ല. ഇപ്പോൾ തന്നെ വീട്ടിൽ നിസ്കരിക്കുന്നതിനേക്കാളും പ്രതിഫലം പുരുഷന്മാർക്ക് പള്ളിയിൽ കിട്ടുമെന്ന് പറഞ്ഞിട്ട് പോലും ഭൂരിഭാഗം പുരുഷന്മാരും പള്ളിയിൽ പോകുന്നില്ല. വളരെ കുറഞ്ഞ ആളുകളെ പള്ളിയിൽ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ പിന്നെ സ്ത്രീകളെ പോലെ പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ പുണ്യം വീട്ടിൽ കിട്ടുമെന്ന് പുരുഷന്മാരോട് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പം പള്ളിയിൽ കാണുന്ന ആളുകളെ കൂടി കാണില്ല. അപ്പോൾ പള്ളിയിലേക്കാളും പ്രതിഫലം വീട്ടിൽ കിട്ടുമ്പോൾ പിന്നെ ആർക്കെങ്കിലും പള്ളിയിൽ പോകേണ്ട കാര്യമുണ്ടോ? അത്രേ സ്ത്രീകളോട് പറഞ്ഞിട്ടുള്ളൂ. അവർക്കൊരു പ്രയാസമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് പള്ളിയിൽ പോകണമെന്ന് നിർബന്ധം പിടിച്ചാൽ അത് വലിയ പ്രയാസമാകും, ബുദ്ധിമുട്ടാവും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്ത്രീകളോട് വീട്ടിൽ നിന്ന് നിസ്കരിക്കാൻ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അതിന് യാതൊരു കുറവും അതിന് വരുത്തുന്നുമില്ല. ഇത്രയും നല്ലൊരു ഓഫർ കൊടുത്തിട്ട് അതിനെ തെറ്റായി ചിത്രീകരിക്കുന്നത് എന്തിനാണ്? സ്ത്രീകളുടെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു എന്നൊക്കെ പറയുന്നത് എന്തിനാണ്? സ്ത്രീകൾക്ക് വലിയൊരു ഓഫറല്ലേ ഇവിടെ നൽകിയിട്ടുള്ളത്. ആ ഒരു ഓഫർ സ്ത്രീകളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അവർക്ക് നല്ലൊരു പരിഗണന കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഇവർ പറയുന്നത് പോലെ രണ്ടാം തരക്കാരാക്കി മാറ്റുകയല്ല ചെയ്തിട്ടുള്ളത്. ഇനി സ്ത്രീകളോട് പള്ളിയിൽ പോയി നിസ്കരിക്കൽ നിർബന്ധമാണ് എന്ന് ഇസ്ലാം നിഷ്കർഷിച്ചാൽ എത്ര സ്ത്രീകൾ പള്ളിയിൽ പോകും? ഈ മുറവിളി കിട്ടുന്ന സ്ത്രീകളൊക്കെ അപ്പോൾ പള്ളിയിൽ പോവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. കാരണം സ്ത്രീകൾക്കതിന് കഴിയില്ല എന്ന് നന്നായിട്ടറിയാം. അങ്ങനെ നിർബന്ധം പിടിച്ചതുകൊണ്ട് സ്ത്രീകൾക്കത് വലിയ പ്രയാസകരമാവുമെന്ന് നന്നായിട്ടറിയാം. ഈ സ്ത്രീകളെ പള്ളിയെ തൊട്ട് തടയുന്നു, പള്ളിയിലേക്ക് സ്ത്രീകളെ കൊണ്ടുപോകുന്നില്ല, പള്ളിയിൽ പ്രവേശിപ്പിക്കുന്നില്ല എന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അവർ വീട്ടിൽ നിന്ന് തന്നെ നിസ്കരിക്കുന്നുണ്ടോ? ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇസ്ലാമിനെ താറടിക്കാൻ വേണ്ടി മാത്രം പറയുന്ന കാര്യമല്ലേ? അവർക്ക് ജീവിതത്തിൽ ആവശ്യമുണ്ടായിട്ടല്ലല്ലോ ഇതൊക്കെ പറയുന്നത്. അഥവാ സ്ത്രീകളോട് പള്ളിയിൽ പോയി 5 വക്തിലും നിസ്കരിക്കാൻ ഇസ്ലാം നിർബന്ധം പിടിച്ചാൽ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണ്ടേ? ഇപ്പോൾ ജോലിക്കൊന്നും പോകാതെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളാണെങ്കിൽ അവരായിരിക്കും വീട്ടിലെ പണികളൊക്കെ ചെയ്യുക. ഭൂരിഭാഗം സ്ത്രീകളും അങ്ങനെയാണ്. ആ പണികൾക്കിടയിലാണ് ബാങ്ക് കൊടുക്കുന്നത് കേൾക്കുന്നത്. ഈ പണികളൊക്കെ നിർത്തി വെച്ചിട്ട് കുളിച്ച് വസ്ത്രം മാറി പെട്ടെന്ന് പള്ളിയിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ സ്ത്രീകൾക്കും അത് മനസ്സിലാവും. അവർ ഈ പണിയൊക്കെ കഴിഞ്ഞ് കുളിച്ച് നിസ്കരിച്ച് ഭക്ഷണം കഴിക്കാൻ തന്നെ 2 മണി കഴിയും മിക്കവാറും സ്ത്രീകൾ. അപ്പോൾ അവർക്ക് സൗകര്യം അതാണ്. അല്ലാതെ ഈ 12 മണിക്കോ 12:30 ഒക്കെ ബാങ്ക് കൊടുക്കുമ്പോഴേക്കും തീരാത്ത പണിയൊക്കെ നിർത്തി വെച്ചിട്ട് അങ്ങോട്ട് പോകാൻ കഴിയുമോ? കഴിയൂല. ഇനി കുറേ കുട്ടികളുള്ള സ്ത്രീകളാണെങ്കിലോ അതിന് വലിയ പ്രയാസമായിരിക്കും അവർക്ക്. കാരണം ചിലപ്പോൾ ഭർത്താവ് നാട്ടിലുണ്ടാവണമെന്നില്ല, ഗൾഫിലായിരിക്കും, അല്ലെങ്കിൽ ഭർത്താവ് ജോലിക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ അടുക്കള ജോലിക്കിടയിൽ ബാങ്ക് കേൾക്കുമ്പോൾ തിരക്ക് പിടിച്ച് പണിയൊക്കെ നിർത്തിവെച്ച് അടുപ്പത്തുള്ള ഭക്ഷണമൊക്കെ ഓഫാക്കി ഈ കുട്ടികളൊക്കെ കുളിപ്പിച്ച് വസ്ത്രം മാറ്റി ഇവരെയും കൊണ്ട് പള്ളിയിൽ പോകാമെന്ന് പറയുമ്പോൾ ആ സ്ത്രീകൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഈ ഒരു ബുദ്ധിമുട്ടും പ്രയാസവും മനസ്സിലാക്കി ഇസ്ലാം നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഇടങ്ങാറായി പള്ളിയിൽ പോകണ്ട, അത്ര പ്രയാസപ്പെടേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന പ്രതിഫലം വീട്ടിൽ തന്നോളാം, നിങ്ങൾ നിങ്ങളുടെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിസ്കരിച്ചോളൂ. ഇസ്ലാം അങ്ങനെ പറയുന്നത് അവർക്ക് എത്ര ആശ്വാസകരമാണ് എന്നല്ല മനസ്സിലാക്കേണ്ടത്. അതിന് പകരം ഇസ്ലാമിനെ വിമർശിക്കാനും ഇസ്ലാമിനെ താറടിക്കാനും വേണ്ടിയിട്ട് അതൊരു ആയുധമായി എടുക്കുക. ഇസ്ലാം പറയുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും ശരിക്കും പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും അതൊക്കെ മനുഷ്യൻ്റെ ഗുണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാ കാര്യങ്ങളും ശരിക്കും പഠിച്ചാൽ മനസ്സിലാവും. വിമർശിക്കാൻ വേണ്ടി പഠിക്കരുത്. ഇനിയിപ്പോൾ സ്ത്രീകൾ കല്യാണത്തിന് പോവുകയോ അല്ലെങ്കിൽ പുറത്ത് പോവുകയോ ചെയ്യുമ്പോൾ പള്ളിയിൽ നിന്ന് നിസ്കരിക്കാൻ അവർക്ക് നിർബന്ധമാണെങ്കിൽ അവർ ഒരു നിസ്കാരക്കുപ്പായം കൂടെ കരുതേണ്ടി വരും. പുരുഷന്മാർക്ക് എവിടെയെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് കേട്ട ഉടനെ പെട്ടെന്ന് പള്ളിയിൽ പോയി നിസ്കരിക്കാം. എന്നാൽ സ്ത്രീകൾക്ക് അതിന് കഴിയുമോ? അവരുടെ കൂടെ കുട്ടികളുണ്ടാവും, ആ കുട്ടികളെ കൂട്ടി പള്ളിയിൽ പോകണം.
ആ കുട്ടികൾ പള്ളിയിൽ എന്തെങ്കിലും വികൃതി കാണിച്ചാൽ ഈ നിസ്കാരത്തിനിടയിൽ അത് നോക്കണം. ഇനി ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ പമ്പേഴ്സിൽ ചിലപ്പോൾ കാഷ്ടമോ മൂത്രമൊക്കെ ഉണ്ടാവും. ആ കുട്ടിയെ കൊണ്ടായിരിക്കും പള്ളിയിൽ പോകേണ്ടി വരിക. അപ്പോൾ അതൊക്കെ പള്ളിയോട് തന്നെ ചെയ്യുന്ന വലിയൊരു അപകടമല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ, ഞാൻ ചില പ്രശ്നങ്ങൾ മാത്രമാണ് പറഞ്ഞത്. എന്നാൽ ഒരുപാട് പ്രശ്നങ്ങൾ സ്ത്രീകൾ പള്ളിയിൽ പോകണമെന്ന് നിർബന്ധം പിടിച്ചാൽ അവർക്കുണ്ടാകും. അത് അനുഭവിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക. ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ, ഇതൊന്നും ആലോചിക്കാതെ സ്ത്രീകളെ പള്ളിയെ തൊട്ട് തടയുന്നു, പള്ളിയിൽ കയറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ വിമർശിച്ചാൽ മാത്രം മതിയല്ലോ അവർക്ക്. അവരതൊന്നും ചെയ്യുന്ന ആളുകളാവില്ലല്ലോ. അപ്പോൾ അത്തരം ഫെമിനിസ്റ്റുകളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ, അത്തരം ഇസ്ലാം വിരോധികളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സ്ത്രീകളൊന്ന് ആലോചിക്കേണ്ടത്, നിങ്ങളോടെങ്ങാനും പള്ളിയിൽ പോകാൻ നിർബന്ധം പിടിച്ചിരുന്നെങ്കിൽ ഞാൻ പറയുന്ന പോലെയുള്ള അനവധി പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടായേനെ. എന്നാൽ അതിൽ നിന്നൊക്കെ ഇസ്ലാം നിങ്ങളെ രക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ പ്രയാസങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാവാതെ സംരക്ഷണം നൽകുകയാണ് ഇസ്ലാം നിങ്ങളോട് ചെയ്തിട്ടുള്ളത്. എന്നാൽ പള്ളിയിൽ പോകേണ്ടത് അനിവാര്യമായ ഒരു ഘട്ടം വന്നാലേ പള്ളിയിൽ പോകുന്നതിനെ തടയാൻ ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. ഇസ്ലാം അങ്ങനെ ഒരു വിജ്ഞാപനം ഇറക്കിയിട്ടേ ഇല്ല. ഒരു മുസ്ലിം പണ്ഡിതനും സ്ത്രീകളെ പള്ളിയിൽ കയറ്റരുത് എന്നോ പള്ളിയെ തൊട്ട് തടയണമെന്നോ പറഞ്ഞിട്ടേ ഇല്ല. ഇവരതൊക്കെ വെറുതെ പറയുന്നതാണ്. അപ്പോൾ ചിലർ ചോദിക്കും, മുജാഹിദുകൾ സ്ത്രീകളെ പള്ളിയിൽ കൊണ്ടുപോകുന്നുണ്ടല്ലോ, അവർക്ക് വേറെ നിയമമാണോ എന്നൊക്കെ ചോദിക്കും. അതെ, അവർ കൊണ്ടുപോകുന്നുണ്ട്. അവരെപ്പോഴും ഭൂരിപക്ഷ മുസ്ലിങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുകയാണല്ലോ. ഭൂരിപക്ഷ മുസ്ലിങ്ങളൊക്കെ അവർ മുശ്രിക്കുകളായിട്ടാണ് കാണുന്നത്. ഈ ഭൂരിഭാഗം മുസ്ലിങ്ങൾ ചെയ്യുന്നത് എന്താണോ അതിന് നേരെ എതിര് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാന പണി. ഈ രീതിയിൽ ഇസ്ലാമിനെ വികലമാക്കുന്നത് കൊണ്ടാണ് ഇവിടുത്തെ സുന്നികളും ഭൂരിപക്ഷ മുസ്ലിങ്ങളൊക്കെ ഈ മുജാഹിദ് ജമാഅത്ത് വിഭാഗത്തെ എതിർത്തുകൊണ്ടിരിക്കുന്നത്. അവരിങ്ങനെ ഇസ്ലാമിക നിയമങ്ങളെ വികലമാക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുക, പുതിയ പുതിയ വാദങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതാണ് അവരുടെ പണി. അവരെ കൊണ്ടാണ് ഇവിടെ ഇസ്ലാം ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത്. പ്രവാചക തിരുമേനിയുടെ കൃത്യമായ ഹദീസ് ഉള്ളതല്ലേ. അന്നത്തെ കാലത്ത് കുറേ സ്ത്രീകൾ വന്നിട്ട് പള്ളിയിൽ പോകാൻ സമ്മതം ചോദിച്ചപ്പോൾ അവരോട് പ്രവാചകൻ എന്താ പറഞ്ഞത്? നിങ്ങൾ പള്ളിയിൽ പോകേണ്ട കാര്യമില്ല, പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന പ്രതിഫലം നിങ്ങൾക്ക് വീട്ടിൻ്റെ ഉള്ളറയിൽ കിട്ടും എന്ന് പരിശുദ്ധ പ്രവാചകൻ്റെ കൃത്യമായ ഹദീസ് ഇന്ന് നമുക്ക് ലഭ്യമാണല്ലോ. അത് ലൈവായിട്ട് നമ്മുടെ മുമ്പിലുണ്ടാകുമ്പോൾ അതിനൊന്നും പരിഗണിക്കാതെ സ്ത്രീകളെ പള്ളിയിലേക്ക് വലിച്ചു കൊണ്ടുപോകുമ്പോൾ ഇസ്ലാമിനെ വക്രീകരിക്കുക എന്നല്ലാതെ മറ്റെന്ത് ഉദ്ദേശമാണ് ഇവർക്കുള്ളത്? അപ്പോൾ ഇസ്ലാമിക നിയമങ്ങളെ വളച്ചൊടിച്ചിട്ടാണെങ്കിലും വേണ്ടിയില്ല, പ്രവാചകൻ പറയുന്ന കാര്യങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണെങ്കിലും വേണ്ടിയില്ല, സുന്നികൾക്കെതിരെ ചെയ്യണം. അതാണ് ഇവരുടെ ആകെപ്പണി. അതിവരുടെ പാരമ്പര്യമാണ്. ഇവരുടെ മുൻഗാമികളായ മുജാഹിദ് നേതാക്കളൊക്കെ നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടും. അവരെ ചരിത്രം പഠിച്ചാൽ തന്നെ നമുക്കത് മനസ്സിലാവും. സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ ഇസ്ലാം നിഷ്കർഷിച്ചാലുള്ള പ്രശ്നങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആ പ്രശ്നങ്ങളൊന്നും വകവെക്കാതെ, അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ സ്ത്രീകളെ പള്ളിയിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന വഹാബികളോട് എനിക്ക് പറയാനുള്ളത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 9 ഭാര്യമാരുണ്ടായിരുന്നു. ഒരു ഭാര്യ പോലും നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോയിട്ടില്ല. ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പള്ളിക്ക് തൊട്ട് ചാരയായിരുന്നു താമസിച്ചിരുന്നത്. എന്നിട്ട് പോലും ഏതെങ്കിലും ഒരു വക്തി ജമാഅത്തിന് അവർ നിസ്കരിക്കാൻ പള്ളിയിൽ പോയിട്ടില്ല. സ്ത്രീകൾക്ക് ജമാഅത്തിൽ പങ്കെടുക്കൽ, പള്ളിയിൽ പോയി നിസ്കരിക്കുന്നതിൽ ഒക്കെ അത്ര പുണ്യമുണ്ടായിരുന്നെങ്കിൽ ആയിഷ ബീബി പോകൂലേ? റസൂലുള്ളാഹിൻ്റെ മറ്റു ഭാര്യമാർ പോകൂലേ? വേണ്ട, 4 ഖലീഫമാരുടെ ഭാര്യമാർ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോയിട്ടുണ്ടോ? പോയിട്ടില്ല. അവർ പോകൂലേ പുണ്യമുണ്ടെങ്കിൽ? അതിനുശേഷമുള്ള ഖലീഫമാരോ അന്നത്തെ ലക്ഷക്കണക്കിന് വരുന്ന സഹാബിമാരോ 4 മദ്ഹബിൻ്റെ ഇമാമിമാരോ അതല്ലെങ്കിൽ മഹാന്മാരായ ഔലിയാക്കളോ അവരൊന്നും അവരുടെ ഭാര്യമാരെയോ അവരുടെ വീട്ടിലെ സ്ത്രീകളെയോ നിസ്കരിക്കാൻ പള്ളിയിൽ കൊണ്ടുപോയിട്ടില്ല. പുണ്യമുണ്ടായിരുന്നെങ്കിൽ അവർ ചെയ്തിരുന്നേനെ. അവർക്കൊന്നും അറിയാത്ത, അവർക്കൊന്നും കിട്ടാത്തൊരു പുണ്യമാണ് ഇവിടുത്തെ മുജാഹിദുകാർ പ്രതീക്ഷിക്കുന്നത്. പള്ളിക്ക് തൊട്ടുചാരെ താമസിച്ചിട്ട് പോലും ആയിഷ ബീവി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോയിട്ടില്ല. ഒരു 2 അടി നടന്നാൽ പള്ളിയാണ്, ജമാഅത്തിൽ പങ്കെടുത്ത് നിസ്കരിക്കാം, എന്നിട്ട് പോലും നിർവഹിച്ചിട്ടില്ല. അതെങ്കിലും ഒന്ന് ചിന്തിച്ചാൽ പോരെ. ഇവിടെ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടൊരു സ്ത്രീ പള്ളിയിൽ പോയത് ഒതായിലെ ഖദീജക്കുട്ടി എന്ന ഒരു സ്ത്രീയാണ്. അത് മുജാഹിദിൻ്റെ ചരിത്ര പുസ്തകങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ആദ്യമായിട്ട് അവർ തന്നെയാണ് എഴുതി വെച്ചിട്ടുള്ളത്. അതിനർത്ഥം എന്താ? ഈ ഒതായിലെ ഖദീജ എന്ന സ്ത്രീ പള്ളിയിൽ പോകുന്നതിന് മുമ്പ് മറ്റൊരു സ്ത്രീയും കേരളത്തിൽ പള്ളിയിൽ പോയിട്ടില്ല എന്നല്ലേ? ആദ്യമായിട്ടെന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ കേരളത്തിലേക്ക് ഇസ്ലാം കൊണ്ടുവന്ന മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിൻ്റെ സംഘത്തിലുള്ളവരൊന്നും അവരുടെ ഭാര്യമാരെയോ ഒന്നും പള്ളിയിൽ കൊണ്ടുപോയിട്ടില്ല എന്നല്ല അതിനർത്ഥം. അപ്പോൾ അവരൊന്നും കാണിച്ചു തരാത്ത ഒരു മാതൃക നമുക്ക് എന്തിനാണ്? ഈ മഹാന്മാർക്കൊന്നും കിട്ടാത്ത എന്ത് നേട്ടമാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്, ഇവർക്ക് ലഭിക്കുന്നത്?
ഈ കേരള യാത്രക്കിടയിൽ ഒരു അഭിമുഖത്തിൽ റിപ്പോർട്ട് ചാനലിലെ ഒരു അവതാരകന് ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ മുജാഹിദിൻ്റെ ഒരു പാത സുന്നികളും പിന്തുടരുന്നുണ്ടല്ലോ, മിക്ക പള്ളികളിലും യാത്രക്കാരായ സ്ത്രീകൾക്ക് എന്ന് എഴുതി വെച്ചത് കാണുന്നുണ്ടല്ലോ, അപ്പോൾ അത് മുജാഹിദിൻ്റെ പാത പിന്തുടർന്നതല്ലേ? ഇതേ ചോദ്യം തന്നെ പല മുജാഹിദ് നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സുന്നികളുടെ പള്ളിയുടെ മുമ്പിൽ യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ സൗകര്യം എന്ന് പ്രത്യേകമായി ഒരു ബോർഡ് വെച്ച് അവിടെ സ്ത്രീകൾക്ക് പ്രത്യേക ഒരു സൗകര്യം, ഇങ്ങനെ പല വിഷയങ്ങളിലും, ഇങ്ങനെ ഏത് മേഖലയിൽ നമ്മൾ പരിശോധിച്ചാലും ഈ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ തുടങ്ങി വെച്ച ആ ഒരു ദൗത്യം ഏറ്റെടുക്കാൻ സുന്നികളിൽ നിന്ന് തന്നെ ആളുകൾ വരുന്നു എന്നത് വളരെ സന്തോഷത്തോടുകൂടി നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം. പഴയ കാലത്ത് ഈ മുജാഹിദുകൾ തുടങ്ങിയ പുരോഗമനപരമായ ആശയങ്ങൾ പലതും ഇപ്പോൾ സുന്നികൾ സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോൾ യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കാം എന്ന് സുന്നി പള്ളികളിൽ ബോർഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ യോഗത്തിൽ എനിക്ക് തോന്നുന്നു സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് ഉസ്താദ്. അവരോടൊക്കെ പറയാനുള്ളത്, യാത്രക്കാരായ സ്ത്രീകൾക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ പഴയ കാലമല്ല ഇപ്പോൾ. ഇന്ന് യാത്രക്കാർ വർദ്ധിച്ചു, എല്ലാ വീട്ടിലും വാഹനങ്ങളായി, എല്ലാവരും ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലെങ്കിലും യാത്ര പോകുന്ന ആളുകളായിട്ട് മാറി. അപ്പോൾ അങ്ങനെ യാത്ര പോകുമ്പോൾ നിസ്കരിക്കാൻ സ്ഥലം വേണ്ടേ? സ്ത്രീകൾ സാധാരണ വീട്ടിൽ നിന്നാണ് നിസ്കരിക്കുക. യാത്ര പോകുമ്പോൾ അവർക്ക് എവിടെ നിന്നാണ് പിന്നെ നിസ്കരിക്കുക? അപ്പോൾ അവർക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ ഒരു സൗകര്യം ഒരുക്കി കൊടുത്തു. അത് മുജാഹിദിനെ പിന്തുടർന്ന് ചെയ്തതല്ല. മുജാഹിദ് ചെയ്യുന്നത് എന്താണ്? വീട്ടിലുള്ള പെണ്ണുങ്ങളെ ബാങ്ക് കൊടുക്കുമ്പോൾ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെയല്ല ഇവിടെ സുന്നികൾ ചെയ്യുന്നത്, ഭൂരിപക്ഷം മുസ്ലിങ്ങളും അങ്ങനെയല്ല ചെയ്യുന്നത്. യാത്ര പോകുമ്പോൾ നിസ്കാരം ഖളാകുന്നതിന് മുമ്പ് എവിടെയെങ്കിലും ഒരു സൗകര്യം ഉപയോഗപ്പെടുത്തി നിസ്കരിക്കുക. അപ്പോൾ അതിന് സൗകര്യം ചെയ്ത് കൊടുത്തതാണ് മിക്ക മഹല്ല് കമ്മിറ്റിക്കാരും. പള്ളിക്ക് തൊട്ടടുത്ത് സ്ത്രീകൾക്ക് വേണ്ടി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ സൗകര്യം ചെയ്തു കൊടുത്തു. അവിടെ ബോർഡ് വെച്ചു, യാത്രക്കാരായ സ്ത്രീകൾക്ക് വേണ്ടിയെന്ന്. അത് മുജാഹിദിൻ്റെ പാത പിന്തുടർന്നതല്ല. സ്ത്രീകൾക്ക് നിസ്കാരം തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സൗകര്യം ചെയ്തതാണ്. ഇവർ ചെയ്യുന്ന പോലെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന സമ്പ്രദായമല്ലേ അല്ല അത്. ഏത് ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാവും. അത് കാലഘട്ടം മാറുമ്പോൾ, യാത്രക്കാർ വർദ്ധിക്കുമ്പോൾ, സ്ത്രീകൾ പൊതുവെ യാത്ര വർദ്ധിച്ചു വരുമ്പോഴുള്ള സംഭവമാണ് ഈ പറഞ്ഞതൊക്കെ. അതിനെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കേണ്ട ഒരു കാര്യമില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ മനസ്സിലാക്കേണ്ടത്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ ഭാര്യമാരെ ആരെയും പള്ളിയിലേക്ക് കൊണ്ടുപോയിട്ടില്ല. അതിന് തെളിവായിട്ട് ഒരു ഹദീസോ ഒരു ഇബാറത്തോ അവർക്ക് കിട്ടുമില്ല. അതിനുശേഷമുള്ള 4 ഖലീഫമാരോ ലക്ഷക്കണക്കിന് വരുന്ന സഹാബിമാരോ അവരൊന്നും പള്ളിയിലേക്ക് സ്ത്രീകളെ കൊണ്ടുപോയിട്ടില്ല. പള്ളിയോട് തൊട്ടടുത്ത് താമസിച്ചിട്ട് പോലും ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹു ഒരു വക്ത് ജമാഅത്തിന് പള്ളിയിലേക്ക് പോയിട്ടില്ല. ഈ കേരളത്തിലേക്ക് ഇസ്ലാമിൻ്റെ സന്ദേശമെത്തിച്ച മാലിക് ബിൻ ദീനാറും സംഘവും അവരുടെ ഭാര്യമാരെയോ അവരുടെ വീട്ടിലെ സ്ത്രീകളെയോ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ കൊണ്ടുപോയിട്ടില്ല. എന്തെങ്കിലും ഒരു പുണ്യമുണ്ടായിരുന്നെങ്കിൽ അവരിൽ ആരെങ്കിലും അങ്ങനെ ചെയ്യുമായിരുന്നു. ചെയ്തിട്ടില്ല. അങ്ങനെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയില്ല. ആദ്യമായിട്ടാണ് ഒദായിലെ ഖദീജ താത്ത എന്ന് പറയുന്ന ഒരു സ്ത്രീ പള്ളിയിലേക്ക് പോയതെന്ന് ഇവർ തന്നെ എഴുതി വച്ചിട്ടുണ്ട്. അതിനർത്ഥം കേരളത്തിൽ അതിനു മുമ്പ് ഒരു സ്ത്രീയും പള്ളിയിൽ പോയിട്ടില്ല എന്നുള്ളതാണ്. എത്ര മഹാന്മാർ കേരളത്തിൽ കടന്നു വന്നിട്ടുണ്ട്. മമ്പുറം തങ്ങൾ, വെളിയങ്കോട് ഉമർ ഖാദി, ഷേഖ് ജിഫ്രി തങ്ങൾ, കോഴിക്കോടുള്ള ഒരുപാട് മഹാന്മാർ വിദേശത്തു നിന്ന് കടന്നു വന്നിട്ടുണ്ട്. അവരൊന്നും സ്ത്രീകളെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ കൊണ്ടുപോയിട്ടില്ല. പോകാൻ പറ്റുമെന്ന് അവർ എഴുതി വെക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല. ഇവരൊന്നും ചെയ്യാത്തൊരു കാര്യം എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? ഏതെങ്കിലും മൗലവിമാരുടെ തെറ്റിദ്ധരിപ്പിക്കലിന് അടിമപ്പെട്ടുകൊണ്ട് വെറുതെ സ്ത്രീകളെ പള്ളിയിലേക്ക് കൊണ്ടുപോയി അവരെ ബുദ്ധിമുട്ടിക്കണം? അവർ സ്വസ്ഥമായിട്ട് വീട്ടിൽ ഒതുങ്ങി നിസ്കരിച്ചോട്ടെ. പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന പ്രതിഫലം മുത്തനബി അവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാണ് അവരെ വലിച്ചു കൊണ്ടുപോകുന്നത്? ബേപ്പൂര് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ബേപ്പൂര് വെച്ച് നല്ല ഫ്രഷായിട്ടുള്ള മീൻ കിട്ടുമ്പോൾ പിന്നെ അയാൾ നല്ല മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് പാലക്കാട് പോവുമോ? ഒരിക്കലും ചെയ്യൂല. പാലക്കാട് പോയി വാങ്ങുന്ന മീനിനേക്കാൾ നല്ല ഫ്രഷായിട്ടുള്ള മീന് അതിലും വില കുറച്ച് അയാളുടെ സ്വന്തം നാട്ടിൽ കിട്ടുകയാണ്. അത് വേണ്ടാന്ന് വെച്ചിട്ട് പാലക്കാട് പോയി മീൻ വാങ്ങുന്നവന് വിഡ്ഢി എന്നല്ലാതെ അവനെക്കുറിച്ച് എന്താ പറയുക? അപ്പോൾ അതേപോലെയാണ് ഈ മുജാഹിദ് സ്ത്രീകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പള്ളിയിൽ പോയി നിസ്കരിക്കുന്നതിനേക്കാൾ പ്രതിഫലം കിട്ടുന്ന വീട്ടിൽ നിസ്കരിക്കാതെ പള്ളിയിൽ പോയി നിസ്കരിക്കുക. ഇതിൽ മറ്റൊരു കാര്യമുണ്ട് കേട്ടോ. ഈ ഒരു സമ്പ്രദായം കൊണ്ടുവന്ന മുജാഹിദുകൾ പോലും ഭൂരിഭാഗം ആളുകളും വീട്ടിൽ നിന്നാണ് നിസ്കരിക്കുന്നത്. അവർ സ്ത്രീകളെ പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇങ്ങനെ നിരന്തരമായിട്ട് വഴുതു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതാരും അനുസരിക്കുന്നില്ല. അവരുടെ 5 വക്ത് നിസ്കാരത്തിലും പള്ളിയിൽ സ്ത്രീകളെ കാണൂല, പുരുഷന്മാർ മാത്രമേ ഉള്ളൂ. ജുമയ്ക്ക് ചിലപ്പോൾ കുറച്ച് സ്ത്രീകളെ കണ്ടെന്ന് വരും, അതും വളരെ ന്യൂനപക്ഷം മാത്രമേ ഉള്ളൂ. ഭൂരിഭാഗവും വീട്ടിൽ തന്നെ നിസ്കരിക്കുന്നത്. പക്ഷെ അവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ആരും അത് അനുസരിക്കുന്നില്ല. അതൊക്കെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ
നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചതിൻ്റെ ഗുണങ്ങൾ. ഇവരുടെ വലിയ നേതാവിനാണ് ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസി മക്കയിലുള്ള. അദ്ദേഹം എത്ര പ്രാവശ്യം ഖുത്തുബയിൽ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകൾ വീട്ടിൽ നിന്നാണ് നിസ്കരിക്കുന്നത്. ഉംറയ്ക്ക് വന്ന സ്ത്രീകൾ നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് വരേണ്ട കാര്യമില്ല, നിങ്ങൾ ഉംറയ്ക്ക് വേണ്ടിയാണ് വന്നത്, അല്ലെങ്കിൽ ഹജ്ജിന് വേണ്ടിയാണ് വന്നത്. റൂമിൽ താമസിക്കുന്ന സമയത്ത് ബാങ്ക് കേട്ടാൽ അവിടെ നിന്ന് നിസ്കരിച്ചാൽ മതി, പള്ളിയിലേക്ക് വരേണ്ടതില്ല എന്ന് അബ്ദുറഹ്മാൻ സുദൈസി എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എത്ര തവണ കേട്ടിട്ടുണ്ട്. എന്നാലും അതൊന്നും കേൾക്കാതെ ചില സ്ത്രീകൾ പള്ളിയിലേക്ക് പോകും. അപ്പോൾ അത്തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കൽ വ്യാപകമാകുന്ന കാലഘട്ടമാണ്. ഒരു വക്ത് പോലും നിസ്കരിക്കാത്ത ആളുകളാണ് സ്ത്രീകൾക്ക് പള്ളിയിൽ നിസ്കരിക്കാൻ അനുമതി വേണമെന്ന് മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ മനസ്സിലാക്കാനും പഠിക്കാനും ചിന്തിക്കാനുമുള്ള ബോധം നമ്മുടെ മുസ്ലിം സ്ത്രീകൾക്ക് ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.